എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? ചക്ക സീസൺ ആയാൽ പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാന വിഭവം എന്ന് പറയുന്ന ചക്കപ്പുഴുക്കാണല്ലോ. മഴയൊക്കെ കയറിയാൽ പിന്നെ വെള്ളം കയറിയാൽ പിന്നെ അത്രയും നല്ല ടേസ്റ്റൊന്നും കാണത്തില്ല. അങ്ങനെ രാവിലെ ചക്കയും കൊണ്ടിരിക്കുകയാണ്. ചക്ക ഒന്ന് വൃത്തിയായി കഴുകി അരിഞ്ഞൊക്കെ എടുത്ത് അതൊന്ന് ആവി കയറുമ്പോൾ അതിലേക്ക് നാളികേരം, വെളുത്തുള്ളി, ജീരകം, പിന്നെ കുറച്ച് കാന്താരിമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചൊക്കെ എടുത്ത് അതിലോട്ട് ചേർത്ത് വീണ്ടും അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കും. അത് നന്നായി വെന്ത് വരുമ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ തൂവും, അല്ലെങ്കിൽ കടുക് വറുത്തിടും. കടുക് വറക്കാനായിട്ട് വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില തുടങ്ങിയവയൊക്കെ ചേർത്ത് കടുക് വറുത്തിടും. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ചക്കക്കൂട്ടാൻ. ഇത് കഴിഞ്ഞ ദിവസം ഉണങ്ങാനിട്ടിരുന്ന മാങ്ങയാണ്, അടമാങ്ങ. മാങ്ങ ഈ പരുവമായിട്ടുണ്ട്. ഒന്ന് വെയിലത്ത് വെക്കും, മഴ പെയ്യും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം വേനൽക്കാലമൊക്കെ അല്ലയോ, മാങ്ങ പോലെയൊക്കെയുള്ള സാധനങ്ങൾ ഉണക്കി വെച്ചാൽ മഴക്കാലമൊക്കെ സമയത്ത് നമുക്കിതൊക്കെ അച്ചാറിട്ട് സൂക്ഷിക്കാം. മഴക്കാല സമയത്ത് പച്ചമാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടല്ലയോ, മാങ്ങയൊക്കെ പഴുത്തു പോവും. അപ്പം ഉണക്കിയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അടമാങ്ങ അച്ചാർ, പിന്നെ ചമ്മന്തിപ്പൊടി, അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത്, പിന്നെ അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്തു വിടാം.